നമസ്കാരം. സംസ്ഥാനത്ത് കേരയിൽ സർവേ നിർത്തിവെക്കാൻ സർക്കാർ തലത്തിൽ ധാരണയായി. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ജനവികാരം എതിരാകുന്നു എന്ന വിലയിരുത്തലാണ് കല്ലിടൽ നിർത്താൻ കാരണമെന്നാണ് അറിയുന്നത്. ജനങ്ങളെ ബോധവൽക്കരിക്കാനും സർക്കാർ ആലോചിക്കുന്നു. എന്നാൽ ഇത്തരമൊരു നിർദ്ദേശവും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്നാണ് കേരയിൽ കോർപ്പറേഷന്റെ വിശദീകരണം. പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പ്രതിഷേധം ഫലം കണ്ടോ? പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354210. വാട്സപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് വടകരയിൽ നിന്നും ബാലകൃഷ്ണൻ എന്ന പ്രേക്ഷകനാണ് ആദ്യം ചേരുന്നത്. സ്വാഗതം ശ്രീ ബാലകൃഷ്ണൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ഉണ്ടായ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നിപ്പോൾ അല്പം ശമനമുണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ കല്ലിടൽ നിർത്തിവെക്കാനുള്ള ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താകാം ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഇങ്ങനൊരു നിലപാടിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്തെന്നാകാം താങ്കൾ കരുതുന്നത്? നമസ്കാരം. ഈ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് നമുക്കത് മനസ്സിലായതാണ്. കാരണം ആരെയും ദ്രോഹിക്കില്ല എന്നുള്ള ഒരു നിലപാട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം പറഞ്ഞല്ലോ. അപ്പൊ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ പ്രധാനമന്ത്രി സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് പ്രധാനമന്ത്രി ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാർ ആര് പോയാലും സംസാരിക്കും. അത് അത്തടിക്കുന്നത് നിങ്ങൾക്ക് തരൂല പദ്ധതി അവസാനിപ്പിക്കുന്നൊന്നും പറയൂല, സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ന് വെച്ചാൽ കേന്ദ്രത്തിന് ഇതിന് അനുമതി കിട്ടൂലെന്ന് ഇന്നലെ കൊണ്ട് പിണറായി വിജയൻ മനസ്സിലായിട്ട് ഇനി ഇതിൽ നിന്ന് തടിയൂരുവാനുള്ള ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ കല്ലിടൽ കർമ്മത്തിന്റെ പേരിൽ ഒരു അഴിമതി നടത്താമെന്ന് പരമാവധി ശ്രമിച്ചു നോക്കും. അല്ലാതെ കേരള പദ്ധതിയായിട്ട് ഇനി മുന്നോട്ട് കേരള സർക്കാർ പോവില്ല. ശരി, അതിന് യാതൊരു സംശയമില്ല. നന്ദി ബാലകൃഷ്ണൻ, താങ്കളുടെ വിലയിരുത്തലിന്. മറ്റൊരു പ്രേക്ഷകൻ ജോസുകുട്ടി ചേരുന്നു ഇടുക്കിയിൽ നിന്നും. ജോസുകുട്ടി, എങ്ങനെയാണ് ഈ കാര്യത്തെ കാണുന്നത്? പ്രത്യേകിച്ചും ഈ ജനങ്ങളെ ബോധവൽക്കരിക്കുക അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് സർക്കാർ വ്യക്തമാക്കുന്നുമുണ്ട്. പക്ഷേ ഈ പ്രതിഷേധങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ജനങ്ങളെ നേരിട്ട് കണ്ടു തന്നെ CPMന്റെ നേതാക്കൾ അത്തരം ജനങ്ങളെ നേരിട്ട് കാണുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നതിന് ശേഷം ഈ കല്ലിടൽ സർവേ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? സാറേ, ഇത് വിശ്വസിക്കാനൊക്കെയല്ല. കാരണം എന്താ വെച്ചാൽ ഈ പാർട്ടിയെ വിശ്വസിക്കാനൊക്കെയല്ല. ഏത് സമയത്തും ഇത് നിർത്തിവെച്ചെന്ന് പറഞ്ഞിട്ട് ഏത് സമയത്തും തുടങ്ങാനുള്ള സർവ്വ ചാൻസും കാണുന്നുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ നിർത്തിവെച്ചെന്ന് പറഞ്ഞത്. ഇത് നിർത്തിവെച്ചെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഈ സമരത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. ഏത് സമയത്തും ഇത് വീണ്ടും തുടങ്ങാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ 2-3-4 ദിവസമായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികൾ ഈ സമരത്തിലും നിൽക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ രാത്രി 8 മണി ചർച്ചകളിൽ ഇപ്പോൾ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു ചർച്ച, ജനങ്ങളെ ഒറ്റതിരിഞ്ഞുകൊണ്ട് ആക്രമിക്കുന്ന ഒരു ചർച്ചയാണ് രാത്രി 8 മണി ഉള്ള 9 മണി വരെ 10 മണി വരെയുള്ള ചർച്ചകളിൽ കാണുന്നത്. അതുകൊണ്ട് ഈ പ്രതിപക്ഷ പാർട്ടികളും ഈ നിൽക്കുന്ന സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു ചർച്ച ഇപ്പൊ അജണ്ടയായിട്ട് ചാനൽ ചർച്ച മുതൽ താഴോട്ടുള്ള ചർച്ച വരെ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയായിട്ട് നിൽക്കണം. ഈ സർക്കാരിനെ ഒരു കാരണവശാലും വിശ്വസിക്കരുതെന്നാണ് എനിക്ക് പറയാം. ശരി. ഓക്കെ, ജോസുകുട്ടിയുടെ പ്രതികരണമാണ് ഈ വിഷയത്തിൽ. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു. കുണ്ടറിൽ നിന്നും ബിജു എന്ന പ്രേക്ഷകനാണ്. ബിജു, ഇവിടെ ഈ പ്രതിഷേധങ്ങൾ ജനവികാരം എതിരാക്കുന്നു എന്ന ഒരു തിരിച്ചറിവിന്റെ ഭാഗം ആയാണോ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത്? ഉറപ്പായും. എന്തെന്നാല് കേരളത്തില് ഇടതുപക്ഷത്തിൽ തന്നെ മറ്റനേകം പാർട്ടികൾ CPM ഒഴിച്ച് മറ്റു പാർട്ടികൾ എതിരായി നിൽക്കുകയാണ്. മാത്രമല്ല എല്ലാ പാർട്ടികളും അതിനെ നഖശികാന്തം എതിർക്കുന്നുണ്ട്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം നഖശികാന്തം എതിർക്കുകയും ചെയ്യുന്ന സ്ഥിതിക്ക് ഗവൺമെന്റ് പുനർവിചിന്തനം നടത്തിയത് തന്നെയാണ്. ഗവൺമെന്റിന് സത്യത്തിൽ പിടിച്ചു നിൽക്കാൻ മറ്റ് അവസ്ഥയില്ലാത്തതുകൊണ്ട് നിർത്തിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. ശരി, ഓക്കെ, നന്ദി ശ്രീ ബിജു പ്രതികരിച്ചതിന്. തളിപ്പറമ്പിൽ നിന്ന് ഗോവിന്ദൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ ഗോവിന്ദൻ, ഈ കല്ലിടൽ അല്ലെങ്കിൽ ഈ സർവേ പ്രധാനമായും നടക്കുന്നത് ഈ സാമൂഹിക ആഘാത പഠനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം സർവേകൾ നടക്കുന്നതെല്ലാം. അതാണിപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിവയ്ക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അത് കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടായതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം. കൂടുതൽ ജനങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ബോധവൽക്കരിച്ച ശേഷം മുന്നോട്ട് പോകാം എന്ന് കരുതിയായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കുമ്പോൾ അത് ഇപ്പോൾ ഇങ്ങനെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നത് ഈ സാമൂഹികാഘാത പഠനം വൈകുന്നതിന് കാരണമാകില്ലേ? അല്ല സാർ, ഒരു കാര്യം പറയാം. നമ്മളെ 2 മന്ത്രിമാർ ഹലോ കേൾക്കുന്നുണ്ട്, പറയാം.
നമ്മളെ 2 മന്ത്രിമാർ ഇ പി ജയരാജൻ ഇയാള് കേരളത്തിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളാണ്, ഒരു സമൂഹം മാത്രമേ ഇതിന് പിന്തുണയുള്ളൂ, ഇതെല്ലാം ഡമ്മി പ്രതിമകളാണ് എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അഭിപ്രായം പറഞ്ഞായിരുന്നു. ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണോ സാർ? ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കൂലെന്ന്. ശരിക്കും സത്യത്തിൽ ഞാനൊരു ഇടതുപക്ഷ ചിന്താധികാരനാണ്. ഇത് വേണ്ടാത്ത പരിപാടിയാണ് കേരളത്തിൽ. അപ്പോൾ ഈ പദ്ധതി കേരളത്തിന് ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടാണ് താങ്കൾക്ക്? പിണറായി വിജയന് ഉള്ള ഇമേജും കൂടി പോകുന്നൊരു പരിപാടിയായിരിക്കും. ശരി, ഓക്കെ. നന്ദി ശ്രീ ഗോവിന്ദൻ താങ്കളുടെ പ്രതികരണത്തിന്. തിരുവനന്തപുരത്ത് നിന്ന് ജയകുമാർ എന്ന കർഷകൻ ചേരുന്നു. ജയകുമാർ, എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത്? പ്രത്യേകിച്ചും സർക്കാർ ഒന്ന് അയയുകയാണോ? ഇന്നലെ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി, മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ്, അത് നടപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമായി പുറത്തു വന്നിട്ടില്ല, അത്തരമൊരു അനൗദ്യോഗിക തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ താങ്കൾ വിലയിരുത്തുന്നത്? ഈ തീരുമാനം മാറ്റിയതിൽ പിണറായി വിജയനെ അഭിനന്ദിക്കുകയാണ് ഞാൻ. ഈ കുഞ്ഞുങ്ങളുടെ ശ്രീ ജയകുമാർ, അത് അത്തരം ഒരു ഉത്തരവോ അങ്ങനെ ഓർഡറോ ഒന്നും വന്നിട്ടില്ല. കേരളയിൽ പറയുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. അല്ല, അത് മാറ്റും. ഡൽഹി ഇദ്ദേഹം അറിഞ്ഞില്ലെങ്കിലും ഡൽഹിയിൽ നിന്ന് ഇന്നലെ തന്നെ ഞങ്ങൾ അറിഞ്ഞു വിവരങ്ങൾ. ഇത് മാറ്റും സാർ. കാരണം എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളുടെ മുമ്പ് ഈ സ്ത്രീകളെല്ലാം വലിച്ചഴിച്ചോണ്ട് പോയിട്ട് കുട്ടികൾ എന്തിനാണ് സമരത്തിന് ഇറക്കിയത്? ഇതിനെ കൊണ്ട് ചൈൽഡ് വെൽഫെയർ ലൈനിൽ വിടാൻ പറഞ്ഞ ഈ സർക്കാർ പിന്നെ പ്രധാനമന്ത്രിയുടെ അടുത്ത് ഭിക്ഷയ്ക്ക് പോയിട്ട് ഭിക്ഷ കിട്ടിയുമില്ല, പട്ടിയെ വിട്ട് കടിപ്പിക്കുകയും ചെയ്തു. ഇനി ഈ പദ്ധതിയായിട്ട് എങ്ങനെ മുമ്പോട്ട് പോകും? ഇത് മര്യാദയ്ക്ക് ഇവിടുത്തെ നാട്ടുകാർ ജനങ്ങൾ പറഞ്ഞല്ലേ. ഇന്നലെ CPIയുടെ ഒരു ലോക്കൽ സെക്രട്ടറിയാണ് ഇന്നലെ തടഞ്ഞത്. ഈ ജനം അത്രയും തടയാലേ ഇട്ടാവട്ടത്ത് കിടക്കണം ഈ സ്ഥലത്ത്. എന്തിനാ സാറേ ഇതിന്റെ എന്താണ് ആവശ്യം? വേറെ എന്തെങ്കിലും നല്ല മാർഗം നോക്കിക്കൂടി. ഇത് കമ്മീഷൻ, കേരളയിൽ എന്ന് പറഞ്ഞാൽ കമ്മീഷൻ റെയിൽ, കൊള്ള റെയിൽ. ഇത് കമ്മീഷൻ പറ്റാനുള്ള ഏക മാർഗം അഡ്വാൻസ് മേടിച്ചു കഴിഞ്ഞു, തിരിച്ചു കൊടുക്കട്ടെ. പ്രധാനമന്ത്രി കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത് ഈ വലിച്ചഴക്കിനൊക്കെ. ഇവിടെ മാത്രമല്ല ഇത് കാണിക്കുന്നത്, നേരെ ആദ്യം പോകുന്നത് അങ്ങോട്ടാണ്. നിങ്ങളെ ചാനലൊക്കെ അറിയാന്നുള്ളത് നമുക്കും അറിയാം. പക്ഷെ ഇന്നലെ വൈകുന്നേരം തന്നെ ഡൽഹിയിലുള്ള ന്യൂസ് കിട്ടി. ഇതിന് യാതൊരു നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ ആരെയെത്താലും വിളിച്ചിട്ട് ചായ കൊടുക്കും, ഒരു അതിജീവി വിളിച്ചിട്ട് ചായ കൊടുക്കും. നന്ദി ജയകുമാർ, വ്യക്തമാണ്, താങ്കളുടെ നിലപാട് വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ മലങ്കയിൽ നിന്നും അലക്സാണ്ടർ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. അലക്സാണ്ടർ, എങ്ങനെയാണ് ഇക്കാര്യത്തെ കാണുന്നത്? താങ്കളുടെ ഒരു വിലയിരുത്തൽ ഏത് തരത്തിലാണ് ഈ വിഷയത്തിൽ? കേൾക്കാം അലക്സാണ്ടർ. ഹലോ, ഞാൻ ഇപ്പൊ വീട്ടിൽ വന്നോ, ഫോൺ എടുക്കാൻ മറന്നു സാർ. പറഞ്ഞോളൂ, എന്താണ് ഈ വിഷയം എന്താണെന്ന് അറിയാമോ? സഹായം ഉണ്ടായില്ല. അപ്പൊ ഇങ്ങനെ ഒരു സർവേ വരുമ്പോഴേ പാവപ്പെട്ടവർ എന്ത് ചെയ്യും? എനിക്ക് ബാങ്കിലെ ലോൺ അടയ്ക്കാവുണ്ട്. ഇന്ന് ഈ പാർട്ടിക്കാരുമായിട്ട് ബന്ധപ്പെട്ടോ പിണറായി സാറിനെ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി സെക്രട്ടേറിയറ്റിൽ കൊടുത്തു. സ്റ്റാച്യു ബാങ്കിലാണ് എനിക്ക് ലോണ്, എനിക്ക് അടയ്ക്കാൻ നിവൃത്തിയില്ലാതായി പോയി. സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിന്റെ ഫോട്ടോ കാപ്പി വെച്ചേരാ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും സഹായമില്ലാത്ത ഈ മുഖ്യമന്ത്രി എന്ത് ചെയ്യും ജനങ്ങൾക്ക്? കേൾക്കണം. കൂടുതൽ ഈ കാര്യത്തിലും ഇങ്ങനെ ഇതെല്ലാം കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നതെന്ന കാര്യമാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, നന്ദി അലക്സാണ്ടർ പ്രതികരണത്തിന്. മറ്റൊരു പ്രേക്ഷകൻ ഇടുക്കിയിൽ നിന്നും ജോസഫ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ജോസഫ്, ഇവിടെ ഈ സർവേ നിർത്തി വെക്കാനുള്ളൊരു ധാരണയിലേക്ക് എത്തുന്നു. കേരളയിൽ അധികൃതർ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, നിർത്തിവെക്കാൻ പറഞ്ഞിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ അവർ അവരുടേതായ രീതിയിൽ പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും എന്തുകൊണ്ടാകാം ഇങ്ങനെ ഒരു ധാരണയിലേക്ക് പോകുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ വളരെ നല്ലവനായുണ്ട്. കാരണം ഇന്നലെ പാവപ്പെട്ട കോൺഗ്രസ്സുകാർ ഇവിടുത്തെ കേരളത്തിലെ അടി പോരാഞ്ഞിട്ട് ഡൽഹി പോയി അടി വാങ്ങിച്ചു. ചെവിക്കല്ല് നോക്കി അവിടുത്തെ ഹിന്ദിക്കാർ പോലീസുകാർ അടിക്കുന്നത് കണ്ടു. വളരെ നന്നായി പോയി. കാരണം ഇവിടുത്തെ അടി വളരെ ചെറുതായിരുന്നു. അവിടെ പോയി അടി വാങ്ങിച്ചത് വളരെ നന്നായി. അതിന്റെ ഒരു ദുഃഖസൂചകമായിട്ടാണ് ഇന്ന് നിർത്തി വെച്ചിരിക്കുന്നത്. പിന്നെ രമ്യ ഹരിദാസിനെ ആണുങ്ങൾ അടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ പോലീസുകാർ നോക്കിയപ്പോ ആണായിട്ട് തോന്നി കാണും, അതുകൊണ്ടായിരിക്കും അടിച്ചത്. പിന്നെ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളത്, കേരളത്തിലെ മുസ്ലിം ലീഗും പിന്നെ RSS കൂടെ കെട്ടിപ്പിടിച്ച് സമരത്തിന് ഇറങ്ങി. അത് വളരെ നല്ല കാര്യം. ഇനി അവരുടെ ജുമാ മസ്ജിദിൽ പോയി അവരുടെ ജോസഫ് ഈ വിഷയത്തിൽ അതുകൂടെ നല്ലതായിരിക്കും. ശ്രീ ജോസഫ്, ഈ വിഷയത്തിൽ CPI എന്ന് പറഞ്ഞത് കേട്ടായിരുന്നോ? CPI അങ്ങനെ പറഞ്ഞോട്ടെ, അവർക്കും ചില്ലറ കിട്ടുന്നതല്ലയോ? അതിനെന്താ, അവരൊക്കെ പറയും, ചിലരൊക്കെ അങ്ങനെ പറയും.
ഇപ്പം കോൺഗ്രസിനകത്ത് ഒരു രാജ്യസഭാ സീറ്റ് വന്നപ്പോ 22 പേര് claim അപ്പോൾ ഈ ചെയ്തില്ലേ? സർവേ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ് ആവശ്യം. ഇനി മുന്നോട്ട് പോകും. ഇനിയും മുന്നോട്ട് പോകും. അതിനൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കോൺഗ്രസ്സുകാർ നോക്കിയിട്ട് നടത്താൻ പറ്റിയില്ല. അന്ന് 21 കോടി ചെലവാക്കി. അത് ആരുടെ വായിലൊക്കെ പോയി എന്നുള്ളത് കണ്ടുപിടിക്കണം. ശരി, ഓക്കെ. നന്ദി ശ്രീ ജോസഫ് പ്രതികരണത്തിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു, പാലയിൽ നിന്ന് ഉമേഷ്. ഉമേഷ്, എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? താങ്കളുടെ പ്രതികരണം ഏത് തരത്തിലാണ്? ഹലോ, പറഞ്ഞോളൂ. സാറേ, ഇത് പിണറായി വിജയൻ ഓർത്ത് കിറ്റ് കൊടുത്ത് കുറ്റി നാട്ടാന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ അത് കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് ഏക്കിയല്ല. കാരണം എന്താണെന്നറിയാം, കേരളത്തിലെ ജനങ്ങളെല്ലാം പ്രബുദ്ധരാ, വിദ്യാഭ്യാസം വിവരമുള്ളവരാ. ഇത് വിദ്യാഭ്യാസം ഇല്ലാതെ വിവരമുള്ള ആൾക്കാരാ. കിറ്റ് കൊടുത്തിട്ടൊന്നും കുറ്റി നാട്ടാനൊന്നും സമ്മതിക്കാം. സാറ് അവസ്ഥ കണ്ടോ? കടമെല്ലാം എടുത്ത് ലോകം മുഴുവൻ കടമെല്ലാം എടുത്ത് മുടിഞ്ഞ് നാശമായിട്ട് ഇപ്പൊ ശ്രീലങ്കയിലെ അവസ്ഥ കണ്ടോ? കേരളത്തിലോട്ടും വരെ മറ്റുള്ള സംസ്ഥാനത്തോട്ടും കേരളത്തിലോട്ടും എല്ലാം മറ്റുള്ള രാജ്യത്തോട്ടും പോകാൻ തുടങ്ങി. ആ ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ ഈ കേരളത്തെ എത്തിക്കാനുള്ള ഒരു പരിപാടി ഈ CPM കരുതി കൂടി ചെയ്യുന്നത്. ഇവന്മാർ ഈ കാശെല്ലാം അവിടെ അടിച്ചു മാറ്റിയിട്ട് നമ്മുടെ കേരളത്തെ കുട്ടിച്ചോറാക്കാനുള്ള പദ്ധതിയാണ് സാറേ നടപ്പാക്കി. ഇതിന് ആരും അംഗീകരിക്കരുത്, ആരും അംഗീകാരം കൊടുക്കരുത്, ആരും സമ്മതിക്കരുത്. അതുപോലെ തന്നെ ചാനലുകാർ ഈ ഒരു സംവിധാനത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യരുത്. വൈകിട്ടത്തെ ചർച്ചയൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്കൊരു വിഷമമുണ്ട്. ഇതിനകത്തോട്ട് PR വർക്ക് പോലെ പഴയതുപോലെ ചെയ്യുന്നുണ്ടോന്നൊരു ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ഈ കേരളത്തിലെ ചാനലുകാരല്ല ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല. നമ്മുടെ ഇത് മുടിഞ്ഞു പോകുന്നത് ഒരു പ്രസ്ഥാനമാണ്. ഈ കേരളം നമ്മളെ കുട്ടിച്ചോറാക്കി കടക്കി നാശമാക്കി ഇപ്പൊ ശ്രീലങ്ക അനുഭവിക്കുന്നവരെ നമ്മൾ. ഓക്കെ ഉമേഷ്, വ്യക്തമാണ് താങ്കളുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം എന്താണെന്ന്. പള്ളൂരത്തിൽ നിന്നും ഡേവിഡ് വിജയ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ഡേവിഡ് വിജയ്, എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? പ്രത്യേകിച്ചും ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞത് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഒരു കാര്യത്തിലും മുന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇത്തരം ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ധാരണ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കാണുന്നു? ഹലോ, ഈ അളം മുട്ടിയാൽ ചേരയും കടിക്കുന്നു പറഞ്ഞ കൂട്ട് കുറെ ചേനകളുണ്ടല്ലോ നിരുപദ്രവികളായിട്ട്, എന്ത് പറഞ്ഞാലും തലയുയർത്തി കുറെ സഖ്യകക്ഷികള്, പല കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവര് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാ എനിക്ക് സംശയം. ഇതിപ്പം നാശത്തിലേക്കാണ് ഈ പോക്ക്, അതുകൊണ്ട് മാറുക നല്ലത് എന്ന് അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ കുറച്ച് വാട്സപ്പ് മെസ്സേജ് ഒരു പറയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റിന്റെ വരെ എന്റെ കയ്യിൽ വന്നത് പറഞ്ഞിരിക്കുന്നു, തൃശ്ശൂരിലെ ഒരു പ്രമുഖ ലൊക്കാലിറ്റിയിൽ നിന്ന് ഇവര് സജി ചെറിയാന്റെ വീടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഡൈവേർട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇനി പലതും വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ചില വ്യക്തികളെയൊക്കെ പിണക്കിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഇപ്പൊ നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞല്ലോ ശ്രീലങ്കയുടെ കാര്യം, അതിനപ്പുറത്തോട്ടായിട്ടാ പോകുന്നത് നമ്മുടെ സംസ്ഥാനം. ഇതൊക്കെ ഇതിന്റെ ഇടയ്ക്കാണ് ഇവർക്ക് മറ്റേ നഞ്ചൻകൂട് റെയിൽപാത എന്താവശ്യമുള്ള ഒരു സംഗതിയാണ്. അവിടേക്ക് അത് ചെയ്യാൻ ഇതുവരെയ്ക്ക് പറ്റിയിട്ടില്ല. അതൊക്കെ ഞാൻ പറയേണ്ട മെട്രോമാൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് ഇത് വലുതായിട്ട് മുന്നോട്ട് അങ്ങനെ ഇത്രയും ബലം പിടിച്ചവർ മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതിന്ന് പിന്മാറേണ്ടി തന്നെ വരും. ജപ്പാനിൽ നിന്നുള്ള നന്ദി ഡേവിഡ് വിജയ്, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. മറ്റൊരു പ്രേക്ഷക ഓമന ജോൺ പീരുമേട് എന്നാണ് വിളിക്കുന്നത്. സ്വാഗതം. ഇവിടെ ഈ വിഷയത്തെ ഏതു തരത്തിലാണ് കാണുന്നത്? കാരണം പല ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പലരെയും ഈ പോലീസിൻ്റെ ഇടപെടൽ അടക്കമുള്ള പല കാര്യങ്ങൾ കണ്ടു. അപ്പോൾ അതൊന്നും പാടില്ല എന്ന് പല ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ CPI അടക്കമുള്ള ചില നേതാക്കളുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാകാം? ഈ സമാധാന അന്തരീക്ഷത്തിൽ ജനങ്ങളെല്ലാം പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് പദ്ധതി നടപ്പാക്കാമെന്നാണ് സർക്കാർ കരുതുന്നത്. അത് അത്തരത്തിലേക്ക് എത്തും എന്ന് കരുതുന്നുണ്ടോ? അത് സമരം ഇത് ആവശ്യമില്ലാത്ത പദ്ധതികളാണ്. പാവപ്പെട്ടവന് വേണ്ടി ഇവരെന്താ ചെയ്യുന്നത്? ഇവര് പാവപ്പെട്ടവന് വേണ്ടി ഒന്നുമില്ല. ഈ വെള്ളപ്പൊക്കമൊക്കെ വന്ന് ഉരുളുപൊട്ടിയും വീട് പോയവർക്കൊന്നും ചെയ്യാൻ ഇവർക്ക് നടയില്ല. ഇപ്പം കോടിക്കണക്കിന് കടം മേടിച്ചു കൂട്ടുവാണ്. ഈ കടം മേടിച്ച ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും 10,000-9,000 രൂപ 10,000 രൂപ കടത്തിലേക്ക്, ജനിക്കുന്ന കുഞ്ഞിന് വരെ കടത്തിലേക്ക് ആക്കിക്കൊണ്ടുപോയി. ഇവർക്ക് കാശുള്ളവന് വേണ്ടിയുള്ളതാണ്. അല്ല, പാവപ്പെട്ടവന് വേണ്ടിയുള്ള ഒരു പദ്ധതികൾ ഇവര് നടപ്പാക്കുന്നില്ല. പാവപ്പെട്ടവൻ വീടില്ലാതെ ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഈ പദ്ധതികൾ ഒരു നടന്ന ഒരു പാവപ്പെട്ടവന് ഒരു വീട്. ഈ സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങളിലൂടെ വികസനം വരൂ എന്നാണ്. വികസനം വരണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വേണ്ടേ? അതിനോട് സഹകരിക്കണ്ടേ? വികസനം ആവശ്യമാണ്. ട്രെയിൻ പാളയങ്ങളുണ്ട്, ട്രെയിനുകളുണ്ട്, ഈ ബസ്സുകളുണ്ട്, ഗവൺമെന്റിന്റെ നമ്മുടെ KSRTC ബസ്സുകളുണ്ട്. ഇതെല്ലാം നന്നാക്കി കൊടുക്കുവാണെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ചെറിയൊരു 14 ജില്ലയിലുള്ളതില്ലേ ഇത്
എല്ലാ അല്ല അതിൽ അത് എപ്പോൾ എത്തുന്നു അതിന്റെ സമയം കാര്യങ്ങളൊക്കെ കുറിച്ചാണ് നമുക്ക് സർക്കാർ വ്യക്തമാക്കുന്നത്. കാരണം എത്ര സമയം എടുക്കുന്നു അവര് വ്യക്തമാക്കും. കാരണം അവൻ ഗവൺമെന്റ് കാശുള്ളതിന്റെ അടുത്ത് കാശും മേടിച്ചിട്ടാണ് ഈ ജനങ്ങളെ ഇട്ടുകൊണ്ട് ഈ തമ്മിൽ തെല്ലിപ്പിക്കുന്നത്. ഇത് പാവപ്പെട്ടതിന് വേണ്ടിയുള്ളതല്ല, കാശുള്ളതിന് വേണ്ടി മാത്രമാണുള്ള ഈ സമരം, അല്ല ഈ പദ്ധതികൾ. നന്ദി പ്രതികരണത്തിന്. പീരുമേട് നോമന ജോൺ എന്ന പ്രേക്ഷകയാണ് സംസാരിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു, തൃശ്ശൂരിൽ നിന്നും സുരേന്ദ്രൻ. സുരേന്ദ്രൻ സ്വാഗതം. സുരേന്ദ്രൻ, ഈ സംസ്ഥാനത്ത് വികസനം ആവശ്യമാണ്. വികസനം ആവശ്യമായി വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതിന് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോയാൽ കാര്യമുണ്ടോ? സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ, അദ്ദേഹത്തിലേക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുന്നു. പ്രേക്ഷകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ അറിയിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ആദ്യം കൊയിലാണ്ടിയിൽ നിന്നും റഷീദ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. റഷീദ് സ്വാഗതം. റഷീദ്, ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ഇടവേളയ്ക്ക് മുമ്പ് ഈ സംസ്ഥാനത്ത് വികസനം ആവശ്യമാണ്. അപ്പോൾ ഇത്തരം വികസനങ്ങൾ നടത്തണമെങ്കിൽ ഇതുപോലുള്ള ചില ഇടപെടലെല്ലാം സർക്കാരിന് ചെയ്യേണ്ടി വരും. അതല്ലേ ചെയ്യുന്നത്? അതിനെ ഈ പ്രതിഷേധം കൊണ്ട് മറികടക്കുന്നത് ശരിയാണോ? വേണ്ട എന്ന് ആർക്കും അഭിപ്രായമില്ലല്ലോ. വികസനം നാടിനായാലും രാജ്യത്തിനായാലും ഒക്കെ വികസനം ആവശ്യമാണ്. പക്ഷേ മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറിയിട്ടുള്ള വികസനം വേണോ? ഇപ്പോ നമ്മൾ കാണുന്നില്ലേ, കേരളത്തിലൊക്കെയുള്ള അതിശക്തമായ പ്രതിഷേധം എല്ലാ ഇടങ്ങളിലും എല്ലാ തലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ജനരോഷത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അത്ര പിണറായി സർക്കാർ ആ രീതിയിലേക്ക് വന്നിട്ടില്ലേ? ഇപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കല്ലിടൽ എല്ലാം നിർത്തിവെക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നില്ല. ജനരോഷത്തിന് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വികസനം കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. അത്രമാത്രം ആളുകളാണ് പെരുവഴിയിലാകുന്നതും നടുറോട്ടിൽ കിടക്കേണ്ടി വരുന്നതും. മാത്രമല്ല, ബഫർ സോണിനെ കുറിച്ചിട്ടൊന്നും ഒരു ചർച്ചയെ വന്നിട്ടില്ല ഇതുവരെ. കാര്യമായ ചർച്ചകളൊന്നും വന്നിട്ടില്ല. ബഫർ സോണിലുള്ള ആളുകള് ജീവിത അവസാനം വരെ നരകതുല്യം ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നാട് കടന്നു പോകുന്നത്. എന്തുകൊണ്ട് ഇതൊന്നും കാണുന്നില്ല? ഇപ്പോൾ എല്ലാവരും സമരരംഗത്തേക്ക് കടന്നു വരികയാണ്. തങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ പോലും തങ്ങൾക്കെതിരായി മുദ്രാവാക്യം വിളിക്കുന്നു. തങ്ങൾക്കെതിരായി എല്ലാ തരത്തിലുള്ള മുദ്രാവാക്യം. ഈ സമരത്തിന്റെ മുറ തന്നെ മാറി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നാട്ടിൽ കണ്ടുവരുന്നത്. സമരം പഴയ രീതിയിലൊന്നുമല്ല. ഓക്കെ, നന്ദി റഷീദ് താങ്കളുടെ പ്രതികരണത്തിന്. തിരുവനന്തപുരത്ത് നിന്ന് ദീപു എന്ന പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ, ദീപു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ പ്രേക്ഷകൻ താങ്കൾ കേട്ടിട്ടുണ്ടാകും. വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നു. അത് ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർ തന്നെ അതിൻ്റെ ഭാഗമായി മാറുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ചിലരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ പ്രതിഷേധങ്ങളെ ഏത് തരത്തിലാണ് കാണുന്നത്? ഈ പദ്ധതി ഏത് തരത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിക്ക് അനുമതി കിട്ടിയാൽ, ഇപ്പൊ പ്രിലിമിനറി അനുമതിയാണ് കിട്ടിയേക്കുന്നത്, അനുമതി കിട്ടിക്കഴിഞ്ഞാൽ പദ്ധതി നടപ്പാക്കും. ഇത് ഈ നാടിന് വേണ്ട പദ്ധതിയാണെന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? അത് കൃത്യമായി സർക്കാർ ജനങ്ങളോടൊപ്പം ചേർന്ന് ചെയ്യും. എങ്ങനെയാണ് ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ ഒക്കെ ഇട്ടത്, അതുപോലെ തന്നെ ജനങ്ങളോടൊപ്പം ചേർന്ന് ചെയ്യും. ഈ ജനങ്ങളോടൊപ്പം ചേർന്ന് ചെയ്ത് ഈ രണ്ട് നേരത്തെ പറഞ്ഞ വികസനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരാൾക്ക്, ഒരു 10 പേർക്ക് ഞങ്ങൾക്ക് കൃത്യമായി നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്ന് കാണിക്കാൻ മാധ്യമങ്ങൾക്കോ ഈ പറയുന്ന മുല്ലും മുരുക്ക് കാഞ്ഞിരക്കുറ്റി സംഘത്തിനോ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പം ഞാനൊരു കാര്യം വേറൊരു ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ കല്ലിടൽ നിർത്തി എന്ന് പറഞ്ഞ ഓർഡർ വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഓർഡർ ആയിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. അത്തരം ഒരു ധാരണയിലേക്ക് വന്നു എന്നുള്ളതാണ്. കാരണം ഇന്ന് പലയിടത്തും അത്തരം സർവേ ഒന്നും കണ്ടില്ല. അപ്പൊ ഓർഡർ ആയിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ ഈ പറയുന്ന സർവേ ചെയ്യുന്ന ജീവനക്കാരെയും അതിന് വന്നിരിക്കുന്ന ഗവൺമെന്റ് ജീവനക്കാരെയും തെറി പറയുകയും ആക്രമിക്കുകയും ചെയ്ത് അവരുടെ സർവേ ഉപകരണങ്ങളെല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് UDFന്റെ നേതൃത്വത്തിൽ, BJP UDF കൂട്ടുകെട്ടിന്റെ നേതൃത്വത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി സംരക്ഷണം ഒരുക്കി തന്നെ മുന്നോട്ട് പോകും. എന്താണ് അത് തർക്കമുള്ളത്? ഇവിടെ നമുക്ക് രണ്ട് അല്ല ഒന്ന് പറയട്ടെ, 2 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന് പരിസ്ഥിതി ആഘാത പഠനവും, ഒരു സാമൂഹ്യ ആഘാത പഠനവും. ഈ സാമൂഹ്യ ആഘാത പഠനത്തിന് വളരെ കൃത്യമായി തന്നെ ഈ ജനങ്ങൾക്ക് അവരുടെ കൺസേൺസ് പറയാനുള്ള ഇടമുണ്ട്. ആ ഇടം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന UDFും BJPയും നടത്തുന്നത്. ഇപ്പോൾ തന്നെ നോക്കൂ, ഈ കല്ലിട്ട പ്രദേശങ്ങളിൽ ഇവിടുത്തെ യുവജന പ്രസ്ഥാനം ഇറങ്ങിക്കഴിഞ്ഞു അവരെ ചെന്ന് ബോധവൽക്കരിക്കാൻ. ഇത് ജനങ്ങളോടൊപ്പം ചേർന്ന് നടത്തേണ്ട പ്രവൃത്തിയാണ്. ഇത് ചെറുപ്പക്കാർക്ക് വേണ്ടി നാളെ ചെയ്യേണ്ട പ്രവൃത്തിയാണ്.
കടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നടത്തുന്ന കാര്യങ്ങളുടെ ഇന്ത്യ ഗവൺമെന്റ് എത്ര തരം കടമാണ് എടുത്തിരിക്കുന്നത്? അതിന് മാത്രമാണോ ഈ നമ്മുടെ പൊതുമുതൽ മുഴുവൻ വിറ്റഴിച്ചിട്ടും ആ പൈസയും സ്വരൂപിച്ചിട്ടാണ് ഇവർ പോകുന്നത്? ഇവിടെ നമ്മുടെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ, ഇവര് വിൽക്കാൻ വെച്ച സ്ഥാപനങ്ങളെ നമ്മൾ സ്വന്തമാക്കുന്നു. നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് ജനകീയ പ്രവർത്തനങ്ങൾ ഇവിടെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ദേശീയപാതയിൽ 21 ഡിവിഷൻസ് ആയിട്ട് എല്ലാ പരിപാടിയും നടക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ നാടിന്റെ നട്ടലായിട്ടുള്ള ഈ ഒരു നെറ്റ്വർക്കിനെ കൂടെ ആവശ്യമാണ്. വ്യക്തമാണ് ദീപു. എന്താണ് ഈ വിഷയത്തിലുള്ള താങ്കളുടെ പ്രതികരണം ഒന്ന് മനസ്സിലായി. പ്രതികരണത്തിന് നന്ദി. കാസർഗോഡ് നിന്ന് ജിജോയ്ക്ക് പറയാം. ഇത് എല്ലാവരും പറയുന്നേക്ക് ഗെയിൽ പദ്ധതി കൊണ്ടുവന്നതിനെ കുറിച്ച് ഭയങ്കര വാചാലായി പറഞ്ഞു. ഈ ഗെയിൽ പദ്ധതിക്ക് തുരങ്കം വെച്ച് ആദ്യം സമരം നടത്തി ഇവരെന്നല്ലേ? ഹൈവേക്ക് സമരം നടത്തി ഇവരെന്നല്ലേ? ദേശീയപാതയ്ക്ക് ഏതിനായി ഒരു സമരം നടത്താത്തത്? പണ്ട് മിഷൻ കല്ല് മുറിക്കുന്ന ട്രാക്ടർ വന്നപ്പോ അതിന് സമരം ചെയ്ത അവരാണ് ഇപ്പൊ അതിന്റെ ഡ്രൈവറായിട്ട് മാറിയേക്കുന്നത് മിഷൻ കല്ലിന്റെ വണ്ടിയുടെ. ഇവരെന്നെ തുരങ്കം വെച്ചല്ലത്. ഈ ഇതിലൊന്നും പിന്നെ കേരളത്തിന്റെ ആവശ്യമില്ല. ആകെ 500 ചില്ലാനം കിലോമീറ്റർ ഉള്ളതെടുത്ത് ഞാൻ പറയാം, ഈ മറ്റേ റെയിൽപാത ഒന്ന് വികസിപ്പിച്ചാൽ മതിയല്ലോ. ഈ 10-12 മണിക്കൂർ യാത്ര എത്ര പേര് കാസർഗോഡ് നിന്ന് സ്ഥിരമായിട്ട് തിരുവനന്തപുരം പോകുന്നുണ്ട്? ഈ റെയിൽ വന്നു കഴിഞ്ഞാൽ ഈ 1800-2000 രൂപ കൊടുത്തിട്ട് എത്ര ആളായി പോകും? അതും കൂടെ ചിന്തിക്കണ്ടേ? ഈ പൈസ കൊണ്ട് KSRTC ഒന്ന് ഇതാക്ക്. KSRTC എത്ര ശതമാനം പൈസയാണ് ഇപ്പൊ ഗവൺമെന്റ് കടത്തിൽ ഓടുന്നത്? KSRTC ഓടുന്നത്. വ്യക്തമാണ് ജിജോ താങ്കളുടെ പ്രതികരണം. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും ജോഷി എന്ന പ്രേക്ഷകൻ. ജോഷി, എങ്ങനെയാണ് ഈ കാര്യത്തെ കാണുന്നത്? പ്രത്യേകിച്ചും ഈ പ്രതിഷേധങ്ങൾ തുടരുന്നു, സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ ഇപ്പോൾ ഈ സർവേ ഒന്ന് നിർത്തിവെച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ കേരളയിൽ അധികൃതരോ മറ്റോ അത് സ്ഥിരീകരിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാകാം ഒരു അയവ് വരികയാണോ? എന്താണ് തോന്നുന്നത്? ജോഷി, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. ടിവിയിൽ ശ്രദ്ധിക്കാതെ പറയും. ഇതിപ്പോഴെന്ന് പറഞ്ഞാല് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അപ്പം ഈ ജനാധിപത്യ രാജ്യത്ത് വോട്ട് മേടിക്കുന്നത് വരെ ജനാധിപത്യമുള്ളൂ. അത് കഴിഞ്ഞാൽ ജനങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ ഉദ്ദേശം. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിനു മുമ്പ് പറഞ്ഞ 2 പേർക്ക് മുമ്പ് പറഞ്ഞ ഒരാൾ പറഞ്ഞു അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വിശാലമായ നമുക്ക് നല്ല ആശയങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ തലമുറയെ കുഴിച്ചും കൂടിയിട്ടുള്ള ഈ കേരളയിൽ ഉണ്ടാക്കുന്നത്. ശരി, ഓക്കെ, വ്യക്തമാണ്. ജോഷി എന്ന പ്രേക്ഷകനാണ് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചത് ആലപ്പുഴയിൽ നിന്നും. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കല്ലിടൽ നിർത്തി പ്രതിഷേധം ഫലം കണ്ടോ എന്നുള്ളതായിരുന്നു ഇന്ന് പൊതുവേദി മുന്നോട്ട് വെച്ച വിഷയം. ഈ വിഷയത്തിൽ പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.